വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 9ൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം ഇപ്പോൾ നോർമലി എല്ലാവരും ചെയ്യാറുള്ള ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ PUBG ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് വേറെ ഗെയിംസാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. റെഗുലറായിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് വേറെ നമുക്ക് കുറച്ച് നോക്കാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗെയിംസ് Asphalt 9, Dead Effect 2, അതുപോലെ GTA Racing 2, അതുപോലെ Injustice, ഈ 3-4 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ നമുക്ക് നോക്കിയത് ഇതെല്ലാം നല്ല അത്യാവശ്യം ഗ്രാഫിക്കൽ അത്യാവശ്യം സൈസുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓളാക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിൽ കിടക്കാം ഡയറക്റ്റ്. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് Asphalt 9 ആണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ബൂട്ടാണ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഗെയിം തുറന്ന ഉടനെ തന്നെ ഗെയിം ടർബോ ഇവരുടെ 2.0 പുതിയ വെർഷനാണത്. ഗെയിം ടർബോ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഇൻ ഗെയിം ഷോർട്ട് കട്ട്സ്, ഹാൻഡ് ഫ്രീ കോൾസ് അതൊക്കെ ഉണ്ട്. ടേൺ ഓൺ ഓട്ടോ ബ്രൈറ്റ്നസ് അതൊക്കെ കൊടുക്കാം നമുക്ക്. അതുപോലെ റെസ്ട്രിക്ട് സ്ക്രീൻ ഗസ്റ്റേഴ്സ് നമുക്ക് വേണ്ട. ടേൺ ഓഫ് റീഡിങ് മോഡ് അത് ഓക്കെ കൊടുക്കാം. പിന്നെ നമുക്കിത് സൈൻ ഇൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സൈൻ ഇൻ ചെയ്യാനൊക്കെ പറയുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓക്കെ ആയിട്ട് നമുക്ക് വരാം. ഗൂഗിൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ഗെയിംസ്. ഇപ്പോൾ ക്രിയേറ്റ് ID എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ സൈൻ ഇൻ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് നമുക്ക് പ്ലേ കൊടുക്കാം. അപ്പോൾ സൗണ്ട് ഫുള്ളാക്കാം. ചെറിയൊരു സ്റ്റക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ സൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ട്. അതുപോലെ ഈ വീഡിയോ പ്ലേയിങ് ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം വല്ല കുഴപ്പമുണ്ടോ, ഗെയിം റണ്ണിങ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട് ഗെയിം. ഗെയിമിങ് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. വലിയ സ്റ്റക്കൊന്നും കാണാനില്ല. അതുപോലെ ഫ്രെയിം ഡ്രോപ്സ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. സൗണ്ട് ഔട്ട്പുട്ടും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴും ഒന്നും സ്റ്റക്ക് ആവണമെന്നില്ല. അതായത് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിയതാണ് 2-3 വട്ടം. കുഴപ്പമൊന്നും കാണാനില്ല, വലിയൊന്നും കാണാനില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമിലേക്ക് പോകാം. ഇത് ഡെഡ് ഇഫക്റ്റ് 2 ആണ്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഗെയിമാണ്. 1.8 GB ഉണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഓപ്ഷൻസൊക്കെ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഇതൊന്നും കണ്ടിട്ട് വലിയൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് സ്കിപ്പായിട്ടുണ്ട്. സ്റ്റോറി ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റ് ഗെയിമിലേക്ക് കിടക്കാം. സേവിങ് ഡാറ്റ ക്ലൗഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോഡിങ് വരുന്നുണ്ട്. ഇപ്പോൾ ലോഡിങ് എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. Asphalt 9 നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിട്ടാണ്. ഇപ്പോൾ ലോഡിങ് ടൈമും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, വലിയ ലാഗൊന്നും പറയാനൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഓപ്പണായിട്ടുണ്ട് ഗെയിം. ഫസ്റ്റായ കാരണം കുറച്ച് ഫിലിം ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സ്കിപ്പ് ആവുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് കഴിഞ്ഞിട്ട് വരാം. സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ മൂവി നോക്കാം. If you stay, they'll lock you down for experiments.
ഇതും സ്മൂത്ത് തന്നെയാണ് കേട്ടോ, നല്ല സ്മൂത്ത് തന്നെ പോകുന്നുണ്ട്, ലാഗ് ഒന്നും കാണാനൊന്നുമില്ല. ഇത് ഒരു ത്രില്ലർ ആക്ഷൻ ഗെയിം പോലെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമേ കളിക്കുന്നത്. നല്ല സ്മൂത്ത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ നോക്കുമ്പോൾ പറയാം, ഒരു ലാഗും ഇല്ല, അങ്ങോട്ട് തിരിയുമ്പോൾ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. അത് നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Mediatek Helio G85 അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ്. ഹൈ എൻഡ് സെറ്റിങ്സിലും, ഹൈ എൻഡിൽ കളിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഒരു എന്തായാലും ഇപ്പോൾ പ്രൈസ് നോക്കി അറിയാം നിങ്ങൾക്ക് എന്തായാലും ഹൈ എൻഡിൻ്റെ പെർഫോമൻസ് എന്തായാലും ഇതിൽ കിട്ടില്ല. എന്നാലും ഇപ്പോൾ നോർമലായിട്ടുള്ള അത്യാവശ്യമുള്ള 3D ഗ്രാഫിക്സ് ഉള്ള ഒന്നും വലിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 ഗെയിം കളിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം. ഒന്ന് ഇൻജസ്റ്റിസ് 2 ആണ്. ഇപ്പോൾ ഓപ്പണായിട്ട് വരുന്നു. സ്റ്റാർട്ടിങ്ങും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോയി, സ്റ്റക്കും ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരെഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതും ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ചിലപ്പോൾ വല്ല സ്റ്റോറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്ലേ കൊടുക്കാം, ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഡയറക്റ്റ് പ്ലേയിലേക്ക് തന്നെ പോകുന്നത്. ഇത് അത്യാവശ്യം ഒരു ഫൈറ്റിംഗ് ഗെയിമാണ്. നിങ്ങൾക്ക് അറിഞ്ഞതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മാർവലിൻ്റെ അവരുടെയൊക്കെ ആൾക്കാരുടെ ഈ സൂപ്പർ ഹീറോസ് വെച്ചിട്ടുള്ള ഫൈറ്റിംഗ് ആണിത്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും സൂപ്പർമാനും ഇത് വേറെ ഒരാളാണ്. ടാപ്പ് ചെയ്യാം. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നല്ല വലിയൊന്നുമില്ല, സ്റ്റെക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. കളിച്ചോക്കാം കുറച്ച് നമുക്ക്. നമുക്ക് ആളെ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ അത്ര സ്റ്റക്ക് ആവണമെന്നില്ല. ഇപ്പോൾ സ്റ്റക്ക് ആവാനുള്ള സമയങ്ങളാണ് ഇതൊക്കെ ഈ ചേഞ്ച് ചെയ്യണതും. ആ സമയത്തൊക്കെയാണ് സാധാരണ നോർമലി സ്റ്റക്ക് ആവുക. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല പ്ലേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം. നമ്മൾ GT Racing 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും അത്യാവശ്യം നല്ല ഗെയിം, നമ്മുടെ എന്താ പറയുക, അത്യാവശ്യം നല്ല സൈസും ഗ്രാഫിക്സും ഉള്ള ഇത് തന്നെയാണ്. നമുക്കിതൊന്ന് ഫസ്റ്റ് ടൈം ആയ കാരണം അക്സെപ്റ്റ് ചെയ്യാതൊക്കെ. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിത് ടിൽറ്റിങ് പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതും സ്റ്റക്കൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. വലയുമ്പോഴൊക്കെയാണ് സാധാരണ നോർമലി സ്റ്റക്കൊക്കെ വരിക, ഈ ടേണിങ്ങും അതുപോലെ നമ്മുടെ ബ്രേക്ക് ഇടുമ്പോഴൊക്കെയാണ് സാധാരണ നോർമലി ഫ്രെയിം ഡ്രോപ്പൊക്കെ വരാൻ സാധ്യത. പക്ഷെ അതൊന്നും ഇതിൽ കാണാനില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ PUBG നോക്കുകയാണെങ്കിൽ ഹൈ എൻഡ് സെറ്റിങ്ങിൽ പറ്റില്ല, എന്നാലും നോർമൽ അത്യാവശ്യം ആവറേജ് സെറ്റിങ്സിൽ പറ്റും. ഇതിപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഗെയിമും നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്ര നേരം നോക്കിയിട്ട് നമ്മളും ഹീറ്റിംഗ് ഒന്നും ആവണമെന്നില്ല. ഞാൻ ഇപ്പോൾ കേസ് ഇട്ടിട്ടൊന്നുമില്ല, ഇപ്പോൾ ഡയറക്റ്റ് ഇതുമേ തന്നെ പിടിച്ചിരുന്നത്. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ആവണില്ല. അപ്പോൾ നല്ല ട്യൂൺഡ് തന്നെയാണ് നമ്മുടെ പ്രൊസസ്സർ. അപ്പോൾ ആ ഇഷ്യൂ ഒന്നും കാണാനില്ല. അതുപോലെ ബാറ്ററി ബാക്കപ്പും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 71 നമ്മൾ തുടങ്ങി. ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു 5 to 6% കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്കിതൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസിന് നല്ല പെർഫോമൻസ് തന്നെ കിട്ടണമെന്ന് തന്നെ പറയാം. അപ്പോൾ
ഒരു 12,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി 9 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റും, മീഡിയം സെറ്റിങ്ങിലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.